ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം SLC പരീക്ഷയൊക്കെ അടുക്കുകയാണ്. അപ്പം നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. എന്ന ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫിഗർ ആംഗിൾ CBE is equal to 100 ഡിഗ്രി. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ CBE എത്രയാണെന്ന് പറയുന്നത് 100 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. വിച്ച് among the following can be ആംഗിൾ A plus ആംഗിൾ D? ആംഗിൾ എയും അതേപോലെ ആംഗിൾ ഡിയും തമ്മിൽ കൂട്ടിയാൽ ഏതാണ് ഉത്തരം കിട്ടുന്നത്? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കുക, ഈ ആംഗിൾ B എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആംഗിൾ 100 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാ? ഒരു ലീനിയർ പെയർ ആണ് അല്ലെ. ലീനിയർ പെയറിലെ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? അതിന്റെ സം എപ്പോഴും എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ആംഗിൾ B നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ആംഗിൾ B 80 ആണെങ്കിൽ ആംഗിൾ D എത്ര ആയിരിക്കും? 100 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ കാണുന്ന ABCD എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെ, ഒരു ചാക്രീയ ചതുർഭുജമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പം ഇത് 80 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര കിട്ടും? നമുക്ക് 100 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി ആംഗിൾ D = എത്ര കിട്ടി? 100 എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ A എത്ര ആയിരിക്കും? നിങ്ങൾ നോക്കുക, ഇത് 180 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 100 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ 100ഉം ഈ 180യും കൂടെ എന്താകത്തുള്ളൂ? 180 ആകത്തുള്ളൂ. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആംഗിൾ എയും എത്ര ഡിഗ്രി തന്നെയാണ്? 100 തന്നെയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ നമ്മളോട് ചോദിച്ചത്? ആംഗിൾ A plus ആംഗിൾ D. അപ്പൊ എത്ര ആയിരിക്കും? ആംഗിൾ എത്ര ആയിരിക്കണം? 200 ഡിഗ്രി ആയിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും, അല്ലെങ്കിൽ അനുപൂരകങ്ങൾ എന്നാണ് മലയാളം മീഡിയത്തിലെ കുട്ടികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക. അതിനെ പറയുന്നത് അനുപൂരകങ്ങൾ. എപ്പോഴും എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതെപ്പോഴും ആ ഒരു നിയമമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് SLCക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പൊ അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.